സാമുദായിക സന്തുലിതാവസ്ഥ പാലിച്ചാകും കോൺഗ്രസിന്റെ പട്ടിക എന്ന് പറയുമ്പോഴും ആലപ്പുഴയിലെ ആശയക്കുഴപ്പം തീരുന്നില്ല. കഴിഞ്ഞ തവണ LDF-നും UDF-നും മുസ്ലിം സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങിയപ്പോൾ ഇവിടെ BJP സ്ഥാനാർത്ഥി പിടിച്ച വോട്ടുകൾ 1.5 ലക്ഷത്തിനും മേലെയാണ്. KC വേണുഗോപാൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമോ അതോ മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കുമോ എന്നാണ് അറിയേണ്ടത്. ആലപ്പുഴയിൽ മത്സരിക്കാൻ KC വേണുഗോപാൽ അല്ലാതെ മറ്റൊരു പേര് സംസ്ഥാന നേതൃത്വത്തിന്റെ മനസ്സിലില്ല. പക്ഷേ KC വേണുഗോപാൽ ലോക്സഭയിൽ മത്സരിക്കാൻ ആലപ്പുഴയിലെത്തുമ്പോൾ ഒഴിയുന്ന രാജ്യസഭാ സീറ്റിലേക്ക് പിന്നീട് കോൺഗ്രസിന് വിജയമുണ്ടാകില്ല. അതാണ് പ്രധാന തടസ്സം. KC വേണുഗോപാൽ അല്ലെങ്കിൽ പാർട്ടി സജീവമായി പരിഗണിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരാണ്. വിജയസാധ്യത കണക്കിലെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് പരിഗണിക്കുകയും വയനാട് രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കാൻ എത്തുകയും ചെയ്താൽ മുസ്ലിം പ്രാതിനിധ്യം കോൺഗ്രസിൽ നിന്നുണ്ടാകില്ല. ഇതാണ് സംസ്ഥാന നേതൃത്വം നേരിടുന്ന പ്രധാന വെല്ലുവിളി. കൃത്യമായ സോഷ്യൽ ബാലൻസ് ഉണ്ടാവും, അത് ശ്രദ്ധയുണ്ടാവും. കാരണം എല്ലാവരുടെയും പാർട്ടിയല്ലേ കോൺഗ്രസ്, എല്ലാവരുടെയും പാർട്ടിയാണ് കോൺഗ്രസ്. ഒരാൾക്കും അങ്ങനെ കോൺഗ്രസ് അവരെ അവഗണിച്ചു എന്നുള്ളൊരു ഫീൽ ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ എല്ലാവരെയും ചേർത്ത് നിർത്തിപ്പോവും. 2019 ആലപ്പുഴയിൽ LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികളായി മുസ്ലിം പ്രാതിനിധ്യം വന്നപ്പോൾ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടതായി കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു. ഇടത് സ്ഥാനാർത്ഥി AM ആരിഫ് 4,45,970 വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ഷാനിമോൾ ഉസ്മാന് കിട്ടിയത് 4,35,496 വോട്ടുകൾ. BJP സ്ഥാനാർത്ഥിയായ ഡോക്ടർ KS രാധാകൃഷ്ണനാകട്ടെ 1,87,729 വോട്ടുകൾ നേടി. അതായത് 17.24% വോട്ടുകൾ പിടിക്കാൻ ഈ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിക്കായി എന്നതും കോൺഗ്രസ് കാണാതെ പോകുന്നില്ല. നിലവിലെ അവസ്ഥയിൽ ആലപ്പുഴയിൽ മുസ്ലിം പ്രാതിനിധ്യം പരിഗണിച്ചാൽ AA ഷുക്കൂർ, ഷാനിമോൾ ഉസ്മാൻ എന്നിവർക്കാണ് സാധ്യത. അപ്പോഴും ഹിന്ദു വോട്ടുകൾ എങ്ങനെ ഏകീകരിക്കപ്പെടുമെന്ന ആശങ്ക ഒഴിയാതെ നിൽക്കുന്നുണ്ട്. പതിവ് പോലെ സാമുദായിക സന്തുലിതാവസ്ഥ നോക്കിയാകുമോ അതല്ല വിജയസാധ്യതയാകുമോ കോൺഗ്രസ് പരിഗണിക്കുക എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.